സോഷ്യൽ മീഡിയ അതായത് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ ഇപ്പോൾ മാസാമാസം നല്ല പൈസയാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു മൂളിപ്പാട്ടെങ്കിലും പാടാൻ ആഗ്രഹമുള്ളവർക്ക്, നമ്മുടെ പാട്ട് കുറച്ച് പേര് കേൾക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ല ക്ലാരിറ്റിയിൽ വളരെ മിനിമൽ എഫേർട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള റീസൺ, ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഇത്ര ക്ലാരിറ്റിയിൽ എങ്ങനെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഒന്നുകിൽ ഞാൻ നേരത്തെ പാട്ട് പാടിയിട്ട് പിന്നീട് ലിപ്സിങ്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റാണോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരുപാട് സമയം പോകും. ഇതാകുമ്പോൾ വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് ആ പാടുന്ന സമയം മാത്രം മതി, നിങ്ങൾക്ക് ആ പാട്ട് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യാനും അത് പോസ്റ്റ് ചെയ്യാനുമായിട്ട്. പിന്നെ ചെറിയൊരു എഡിറ്റിങ്ങിൻ്റെ എഫേർട്ടേ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. അപ്പോൾ ഓഡിയോ അറേയുടെ ഒരു ലൈവ് സൗണ്ട് കാർഡ് എന്നുള്ള ഒരു സിസ്റ്റമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട്. കുറേ അധികം ഡിവൈസുകൾ ഇതേപോലെ വാങ്ങി ടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പൈസ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവൈസ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് നമുക്കൊരു ക്യാമറയും അതേപോലെ തന്നെ നല്ലൊരു ലൈറ്റിംഗ് സെറ്റപ്പും വേണം. കാരണം നമ്മുടെ വീഡിയോ വൃത്തിയായിട്ട് ആൾക്കാരിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പം എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 റിംഗ് ലൈറ്റും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ലൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനോടൊപ്പം ഈ ഒരു ഡിവൈസാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത, അപ്പോൾ ഈ മൈക്കിലേക്കാണ് ഞാൻ സംസാരിക്കുന്നതായാലും പാടുന്നതായാലും ഈ മൈക്കിലേക്കാണ്. അപ്പോൾ ഈ മൈക്കിൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഫോണിലേക്ക് ഡയറക്റ്റ്ലി ഞാൻ കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഈ മൈക്കിൽ നിന്ന് വരുന്ന വയറ് ഞാൻ ഈ ഡിവൈസിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ വോയിസ് ഈ ഡിവൈസിനുള്ളിലേക്കാണ് കയറുന്നത്. ഇവിടുന്ന് ഇത് പ്രോസസ്സായിട്ട് ഈ എൻ്റെ ഫോണിൻ്റെ ചാർജർ തന്നെയാണ്, എൻ്റെ ഒരു അറ്റം സി ടൈപ്പ് കേബിളാണ് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ ഫോണിലേക്ക് ഡയറക്റ്റ്ലി പോയി കയറുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സറിൽ നമുക്ക് നമ്മുടെ ശബ്ദം എങ്ങനെയാകണം എന്നുള്ളത് പ്രോപ്പർലി ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു പാട്ട് ചെറുതായിട്ട് പാടാം. അപ്പം അത് വളരെ പ്ലെയിനായിട്ട് റോ, അതായത് ഇതിലൊരു എഫക്റ്റും കൊടുക്കാതെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പാടുന്നത്. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. ഇത് ഞാനിപ്പോൾ ഒരു എഫക്റ്റും കൊടുത്തിട്ടില്ല. ഇതിൽ ഇവിടെ റിവർബ് എന്ന് പറയുന്ന ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് ഞാൻ ഈ എഫക്റ്റായിട്ട് ഞാൻ പാടുമ്പോൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ ഈ റിവർബ് ഒന്ന് കയറ്റി ഏറ്റവും മിനിമൽ റിവർബിൽ വെച്ചാൽ എനിക്ക് ചെറിയൊരു എഫക്റ്റ് അവിടെ കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ ആ സെയിം പാട്ട് പാടിയാൽ അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ഈ ലെവലിൽ എനിക്കവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി എൻ്റെ കയ്യിലൊരു സെക്കൻഡറി ഫോണുണ്ട്. അപ്പോൾ ഈ ഫോണിൽ ഞാൻ പ്ലേ ചെയ്യുന്ന കരോക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിംഗ് ട്രാക്ക് എന്ത് തന്നെയായാലും അത് ബ്ലൂടൂത്ത് വഴി എനിക്ക് ഈ ഡിവൈസിലേക്ക് പെയർ ചെയ്യാൻ പറ്റും. ഇവിടെ ബ്ലൂടൂത്തിൻ്റെ ബട്ടൺ ഉണ്ട്. ഈ ബ്ലൂടൂത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ബട്ടൺ ഉണ്ട്. ഇത് പവർ ബട്ടണാണ്, ഇത് ബ്ലൂടൂത്തിൻ്റെ ബട്ടണാണ്, ഇത് 48 വാട്ട് ഫാൻറ്റം പവറിൻ്റെ ബട്ടണാണ്. അതായത് ഈ കണ്ടൻസർ മൈക്രോഫോണിന് ഒരു എക്സ്ട്രാ പവർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഓൺ ചെയ്യുന്ന ബട്ടണാണ്. ഇത് ഓൺ ചെയ്താൽ മാത്രമേ കണ്ടൻസർ മൈക്രോഫോൺ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു ബാക്കിംഗ് ട്രാക്ക് ഇടാൻ പോവാണ്. ഇപ്പം ഞാൻ ബാക്കിംഗ് ട്രാക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്, ഞാനിവിടെ ഇതിൻ്റെ സെറ്റിംഗ്, അതായത് അക്കമ്പനി എന്ന് പറയുന്ന ഈ സെറ്റിംഗ് ഞാൻ ചെറുതായിട്ട് കൂട്ടിക്കൊടുത്താൽ എനിക്ക് ഈ ബാക്കിംഗ് ട്രാക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ പാടുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസം വരും. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. ഇതാണ് ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്ന സെറ്റപ്പ്. അപ്പോൾ ഞാനിത് നേരത്തെ പാടിയിട്ട് പിന്നീട് ലിപ്സിങ്ക് ചെയ്യല്ല, ഡയറക്റ്റ് ഈ ലെവലിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു എഫക്റ്റും ഞാൻ എക്സ്ട്രാ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതേപോലെ തന്നെ പുറത്തുള്ള നോയ്സ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്ന 2 ഡി നോയ്സിൻ്റെ ഒരു ബട്ടണും ഉണ്ട്. നമുക്കതും നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. ബാക്കിയെല്ലാം ഫാൻസിയാണ്, കൈകൊട്ടുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള സിസ്റ്റമാണ്. നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. പേഴ്സണലി എനിക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ഇവിടെ നമുക്ക് ട്രബിൾ അറേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിവിടെ മിഡും നമ്മുടെ ബാസും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് നിങ്ങളുടെ ശബ്ദത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ 3ഉം ഇഷ്ടമുള്ള ലെവലിലേക്ക് കയറ്റി വെക്കാവുന്നതാണ്.
ഈ ലെവലിലാണ് ഞാൻ എൻ്റെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണോ ഇതിൻ്റെ ബെസ്റ്റ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മെത്തേഡാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. പിന്നെ സംസാരിക്കുമ്പോൾ ഈ റിവർബ് ഇടണം എന്നില്ല. സംസാരിക്കുമ്പോൾ റിവർബ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുന്നതാണ് നമുക്ക് സംസാരിക്കുമ്പോൾ പറയാനായിട്ട് നല്ലത്. ഇത് നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സിസ്റ്റം ചിലപ്പോൾ നല്ല യൂസ്ഫുൾ ആവും. കാരണം സംസാരിക്കുന്നത് പോലും നല്ല ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റും. ആദ്യമൊക്കെ ഞാൻ എടുക്കുമ്പോൾ തീരെ ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഫോണിൻ്റെ സ്പീക്കർ നമ്മുടെ ഈ കറക്റ്റ് സൗണ്ട് ഈ ലെവലിൽ നമുക്കവിടെ കിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റം. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ പാടാൻ ആഗ്രഹമുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പ്രൊഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സെറ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങാവുന്നതാണ്. വളരെ എന്താ പറയുക, ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്കൊരു 10,000 രൂപയ്ക്ക് മുകളിലേക്ക് പോവില്ല ഈ സെറ്റപ്പ്. ഇനീഷ്യൽ ലെവലിൽ നിങ്ങൾ ഈ ലൈറ്റ് കാര്യങ്ങളൊന്നും വാങ്ങണം എന്നില്ല. നിങ്ങൾ പുറത്ത് ഔട്ട്ഡോർ പോയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിവൈസും ഈ മൈക്കും ഉണ്ടെങ്കിൽ മാത്രം ആണെങ്കിലും നിങ്ങൾക്കിത് ഇനീഷ്യൽ ലെവലിൽ പോസിബിൾ ആണ്. പിന്നീട് നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷനിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിട്ടേണിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കി സാധനങ്ങൾ വാങ്ങാം. നല്ലൊരു വീഡിയോ സെറ്റപ്പും ചെയ്തെടുക്കാം. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും.